വർക്ക് സ്ട്രെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സിനേക്കാളും ഉള്ള ഡിമാൻഡ് പുറത്തുനിന്ന് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് സ്ട്രെസ്. എസ്പെഷ്യലി ഒരു ജോലി സ്ഥലത്ത് നിങ്ങൾക്കുണ്ടാകുന്ന അറിവോ കഴിവോ ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ മെറ്റീരിയൽ റിസോഴ്സസോ പുറത്തുനിന്നുള്ള ഡിമാൻഡിനേക്കാളും കുറവാണെന്നൊരു തോന്നൽ വരുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ആദ്യം ഉണ്ടാകുന്നു. അത്തരത്തിലൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് വർക്ക് സ്ട്രെസ്സ് തുടങ്ങുന്നത്. പ്രധാനമായിട്ടും ഈ വർക്ക് സ്ട്രെസ് ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കാരണമാണ് വർക്ക് ഓവർലോഡ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയും ആ വ്യക്തിയുടെ കഴിവും അറിവും സമയവും അത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാച്ച് ചെയ്യാതെ വരുമ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ആത്മവിശ്വാസക്കുറവുണ്ട്. ഇതിൽ നിന്നാണ് ഈ വർക്ക് സ്ട്രെസ്സ് തുടങ്ങുന്നത്. അപ്പോൾ വർക്ക് ഓവർലോഡാണ് വർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. രണ്ടാമത് വർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണമാണ് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം. ജോലി ചെയ്യുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സുപ്പീരിയറുമായിട്ടോ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സുമായിട്ടോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരുമായിട്ടോ കസ്റ്റമേഴ്സുമായിട്ടോ സപ്ലയേഴ്സുമായിട്ടോ ഉള്ള ആശയവിനിമയത്തിലെ പോരായ്മകളോ ഇല്ലെങ്കിൽ ആശയവിനിമയം ഇല്ലായ്മയോ ആണ് മറ്റൊരു സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ നോ കമ്മ്യൂണിക്കേഷൻ, മിസ് കമ്മ്യൂണിക്കേഷനൊക്കെ വർക്ക് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ ഘടകമാണ്. അപ്പോൾ ഒന്നാമത്തെ ഘടകം വർക്ക് ഓവർലോഡും രണ്ടാമത്തെ ഘടകം കമ്മ്യൂണിക്കേഷനിലുള്ള അപാകതകളുമാണ്. ഇനി മൂന്നാമത്തെ വർക്ക് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഞാൻ ഈ ജോലിയെല്ലാം ചെയ്തിട്ടും എനിക്ക് വേണ്ട രീതിയിലുള്ള അപ്രീസിയേഷൻ കിട്ടുന്നില്ല, എനിക്ക് വേണ്ട രീതിയിലുള്ള സാലറിയും മറ്റ് ഇൻസെൻറ്റീവ്സും കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവാം. അതെല്ലാം നമ്മൾ ഈ പൈസയുമായിട്ട് കണക്കിലെടുക്കേണ്ട. ഇതിനെ നമുക്ക് മോണിറ്ററി ഇൻസെൻറ്റീവ് എന്നും നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ് എന്നും പറയും. എല്ലാവർക്കും പൈസ മാത്രമല്ല മറ്റ് തരത്തിലുള്ള റെക്കഗ്നിഷൻസും താല്പര്യപ്പെടുന്നു. അപ്പം അവനവൻ ചെയ്യുന്ന ജോലിക്ക് ഒരു അംഗീകാരം കിട്ടാതെ വരുമ്പോഴാണ് വർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം. മൂന്നാമത്തെ കാരണമാണ് ലാക്ക് ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. അത് എല്ലാം സാലറി മാത്രമല്ല, നല്ലൊരു ജോലി ചെയ്യുമ്പോൾ അതിന് കിട്ടുന്നൊരു ഫീഡ്ബാക്കും നല്ലതാണെന്ന് നല്ല വാക്കുകൾ ഉപയോഗിച്ച് ബാക്കിയുള്ളവർ പറയുമ്പോഴും അല്ലെങ്കിൽ നല്ലതാണെന്ന് എഴുതി കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ലെറ്ററും ഒക്കെ ചിലപ്പോൾ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യും. അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് വർക്ക് സ്ട്രെസ്സ് ഉണ്ടാകും. ഇതാണ് മൂന്നാമത്തെ ഒരു കാരണം. നാലാമത്തെ കാരണമാണ് സമയം നേരെ ചൊവ്വേ ഉപയോഗിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് ഫീലിംഗ്. എല്ലാവർക്കും ജോലി സമയം ചിലപ്പോൾ 8 മണിക്കൂറാവാം, അല്ലെങ്കിൽ 10 മണിക്കൂറായിരിക്കും, അല്ലെങ്കിൽ 6 മണിക്കൂറായിരിക്കും. ഈ ചെയ്യുന്ന സമയത്തുള്ള ജോലി ആ ചെയ്യുന്ന സമയത്തിനുള്ളിൽ തീർക്കാതെ വരുന്നതാണ് വർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള മറ്റൊരു ഘടകം. ഈ ചിലപ്പോൾ അവനവൻ്റെ കാരണങ്ങൾ കൊണ്ട് തന്നെ സമയം ദുരുപയോഗം ചെയ്യാം. ചില ആൾക്കാർക്ക് പ്രോക്രാസ്റ്റിനേഷൻ എന്നൊരു ചിന്തയുണ്ട്. അതായത് ഒരു ജോലി എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് സമയമുണ്ടല്ലോ നമുക്ക് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് പതുക്കെ മാറ്റി വയ്ക്കുന്ന ഒരു ചിന്തയുണ്ട്. ഇതിനെ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. ഈ പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടാകുമ്പോൾ പതുക്കെ വർക്ക് സ്ട്രെസ്സിൻ്റെ തുടക്കം അതാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തേതാണ് ഡിസോർഗനൈസ്ഡ് എന്ന് പറയും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഓർഗനൈസ്ഡ് അല്ലാതിരിക്കുക, അടുക്കും ചിട്ടയും ഇല്ലാതിരിക്കുക. ഇത് ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും തുടങ്ങുന്നത്. നമ്മുടെ മുറി നോക്കുമ്പോഴത്തേക്ക് നനച്ച തുണിയും നനയ്ക്കാത്ത തുണിയും ആവശ്യമുള്ള പേപ്പറും വേസ്റ്റ് പേപ്പറും ഒക്കെ കട്ടിലിൽ കാണും. എന്നിട്ട് ആവശ്യമുള്ളൊരു പേപ്പറിന് വേണ്ടി നമ്മൾ മണിക്കൂറുകളോളം തിരയും. ഇത് തന്നെ ഒരു ജോലി സ്ഥലത്ത് സംഭവിക്കാം. നമുക്കൊരു തീരുമാനമെടുക്കാനായിട്ട് പെട്ടെന്നൊരു പേപ്പർ തപ്പുമ്പോൾ നമ്മുടെ മേശയിൽ ഒരുപാട് ഫയൽസും പേപ്പറുകളും പേനയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണും. അവസാനം ഈ പേപ്പർ തിരഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട സമയമെല്ലാം കളയുകയും വല്ലാത്ത സ്ട്രെസ് ഉണ്ടാകുകയും സമയത്ത് ഡിസിഷൻ എടുക്കാതെ വരികയും അത് നമ്മുടെ ജോലിയെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് സമയത്തിൻ്റെ ഉപയോഗം നേരെ ചൊവ്വേ ഉപയോഗിക്കാത്തതാണ് വർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം. ഇങ്ങനെ നിരവധി കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വർക്ക് ഓവർലോഡാകാം, കമ്മ്യൂണിക്കേഷനിലുള്ള അപാകതയാകാം, ഇല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള റെക്കഗ്നിഷൻ കിട്ടാത്തതാവാം, ഇല്ലെങ്കിൽ സമയത്തിൻ്റെ നേരെ ചൊവ്വേ അല്ലാത്ത ഉപയോഗം കാരണവും വർക്ക് സ്ട്രെസ് ഉണ്ടാകാം. ഒരു ജോലി സ്ഥലത്ത് എങ്ങനെയൊക്കെ വർക്ക് സ്ട്രെസ് ഉണ്ടാകാം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രോസസ്സ് വഴി പറഞ്ഞു തരാം. സാധാരണ നമ്മളൊരു ജോലിയിലൊക്കെ കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു ജോലി മാറി വരുമ്പോഴോ ഒരു പ്രൊമോഷൻ കിട്ടുമ്പോഴോ ഒക്കെ നമുക്ക് അതിൽ വലിയൊരു സന്തോഷവും ഉത്സാഹവും ആവേശവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലർക്കും ചിലപ്പോൾ ഇതൊരു അമിത ആവേശമായിട്ട് മാറും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവനവൻ എടുക്കുന്ന ജോലി കൂടാതെ ഞാൻ ബാക്കിയുള്ളവരുടെ ജോലിയും കൂടി എടുത്തോളാം എന്ന് പറയുകയും ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൂടി നമ്മൾ എടുത്തു വെച്ച് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. ഇത്തരത്തിലുള്ളൊരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഓവർ എന്തൂസിയാസം എന്ന് പറയും. ഓവർ എന്തൂസിയാസം എന്ന് പറഞ്ഞൊരു സ്റ്റേജാണ്. പക്ഷേ ഈ ഓവർ എന്തൂസിയാസം സ്റ്റേജ് വരുമ്പോൾ നമ്മളെടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തം കൂടാതെ ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്തം കൂടി എടുക്കുമ്പോൾ ചിലപ്പോൾ സമയത്ത് അത് ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അത് വർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള
പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് സ്ട്രെസ് ഉണ്ടാകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഒരു ജോലി സ്ഥലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഓവർ എന്തൂസിയാസം. രണ്ടാമത്, ഈ ഓവർ എന്തൂസിയാസം കാണിച്ചിട്ട് നമുക്കിത് പൂർത്തിയാക്കാതെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ മുകളിലുള്ളവരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ഒക്കെ നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ലഭിച്ചേക്കാം. നമ്മൾ പരിശ്രമിച്ചിട്ടും നമുക്ക് വേണ്ട രീതിയിലുള്ള റിസൾട്ട് കിട്ടിയില്ല എന്ന് നമുക്ക് തോന്നാം. കാരണം എന്താണ്, നമ്മൾ ഓവർ എന്തൂസിയാസം കാണിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കാര്യം നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് വേണ്ട രീതിയിലുള്ള റിസൾട്ട് സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ നെഗറ്റീവ് റിയാക്ഷൻ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ മനസ്സിൽ നിരാശ കൊണ്ടുവരാം. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്, ഫ്രസ്ട്രേഷൻ എന്ന് നമ്മളതിനെ സൈക്കോളജിക്കൽ ഭാഷയിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇതാണ് വർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള രണ്ടാമത്തെ സ്റ്റേജ്. അപ്പോൾ ഒന്നാമത്തേത് ഓവർ എന്തൂസിയാസം, രണ്ടാമത്തേത് ഫ്രസ്ട്രേഷൻ. ഇങ്ങനെ ഫ്രസ്ട്രേഷൻ, നിരാശ വരുമ്പോഴത്തേക്ക് നമുക്ക് ചില ദേഷ്യം വരാം, ആൻസൈറ്റി വരാം, ഒക്കെ ഉണ്ടാകാം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ചെയ്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊരു വിചാരം ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും ഓഫീസിൽ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും, സംസാരിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നൊരവസ്ഥയാണ് മൂന്നാമത്തെ അവസ്ഥ. ഇതിനെ സ്റ്റാഗ്നേഷൻ എന്ന് വിളിക്കും, മൂന്നാമത്തെ സ്റ്റേജ്. അപ്പോൾ ഓവർ എന്തൂസിയാസവും ഫ്രസ്ട്രേഷനും മൂന്നാമത്തെ സ്റ്റേജാണ് സ്റ്റാഗ്നേഷൻ. ഈ സ്റ്റാഗ്നേഷൻ വരുന്ന ആൾക്കാർ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓഫീസിൽ വളരെ മൊണോട്ടണസായി ഒരു മെഷീൻ പോലെ വന്നു പോകുന്നു. പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കുന്നില്ല, നേരത്തെ ആൾക്കാരോട് ഇടപെട്ടുന്ന രീതിയിൽ ഇടപഴകുന്നില്ല, നിസ്സാര കാര്യങ്ങളിൽ ദേഷ്യപ്പെടുന്നു, ആവശ്യമില്ലാതെ പേടി ഉണ്ടാകുന്നു, ആൻസൈറ്റി ഉണ്ടാകുന്നു, വിചാരിച്ച രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി കിട്ടുന്നില്ല. ഇതെല്ലാം ഈ സ്റ്റാഗ്നേഷൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് തന്നെ ഈ വരുന്ന ഇമോഷണൽ റിയാക്ഷൻസ് ചിലപ്പോൾ ഫിസിക്കൽ റിയാക്ഷൻസുമായിട്ട് മാറിയേക്കാം. ചിലപ്പോൾ വല്ലാത്ത തലവേദന വരുന്നു, വിശപ്പില്ലാതെ വരുന്നു, ചിലപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ചിലപ്പോൾ സാധിച്ചേക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ടായേക്കാം. ഇതൊക്കെ വർക്ക് സ്ട്രെസ്സ്, ജോലി സ്ഥലത്തു നിന്നുണ്ടാകുന്ന സ്ട്രെസ്സിന് കൊണ്ടുണ്ടാകുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ്. ഇതിനെയാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി സ്റ്റാഗ്നേഷൻ കഴിഞ്ഞിട്ട് നാലാമതൊരവസ്ഥയുണ്ടാവും. ഈ അവസ്ഥയാണ്, ഇനി ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് റിസൾട്ടും കിട്ടുന്നില്ല, എനിക്കും പ്രയോജനമില്ല, ബാക്കിയുള്ളവർക്കും പ്രയോജനമില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ വെറും ഒരു വേസ്റ്റാണ്, എന്നെക്കൊണ്ട് ഈ ലോകത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാകും. ഇതിനെയാണ് നമ്മൾ ബേൺ ഔട്ട് എന്ന് വിളിക്കുന്നത്. ബേൺ ഔട്ട് പതുക്കെ നമ്മൾ ഈ ഓവർ എന്തൂസിയാസം വഴിയും സ്റ്റാഗ്നേഷൻ വഴിയും ഫ്രസ്ട്രേഷൻ വഴിയൊക്കെയാണ് നമ്മൾ ഈ ബേൺ ഔട്ട് സ്റ്റേജിലെത്തുന്നത്. ബേൺ ഔട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫീസിലോ ബിസിനസ്സിലോ ഒന്നും പോകാനേ തോന്നുന്നില്ല, ചെയ്യാനേ തോന്നുന്നില്ല, ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ തോന്നുന്നില്ല, മുറി അടച്ചിരിക്കുക, ഒന്നും കഴിക്കുന്നില്ല, ഉറക്കമില്ല, അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ പോകും. കുറേ കൂടെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് അവസാനം ചിലരൊക്കെ സൂയിസൈഡിലൊക്കെ എത്തുന്ന സ്റ്റേജിലുണ്ടാകും. ഇതിനെയാണ് നമ്മൾ ഈ വർക്ക് പ്ലേസ് ബേൺ ഔട്ട് എന്ന് പറയുന്നത്. ഈ വർക്ക് പ്ലേസ് ബേൺ ഔട്ട് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ ഓവർ എന്തൂസിയാസത്തിൽ കൂടെയും ഫ്രസ്ട്രേഷനിൽ കൂടെയും സ്റ്റാഗ്നേഷനിൽ കൂടെയൊക്കെ നമ്മളെ കാണിക്കും. അത്തരത്തിൽ ആ സമയത്ത് തന്നെ ഫീലിംഗ് ഉണ്ടാകുമ്പോൾ അത് വേണ്ടപ്പെട്ടവരുമായി ചർച്ച ചെയ്യുക, തുറന്ന് സംസാരിക്കുക, ഈ സ്ട്രെസ് ഒഴിവാക്കുക. അപ്പോൾ ഈ സ്ട്രെസ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലോ ബിസിനസ്സിലോ ഓവർ എന്തൂസിയാസം വരിക, ഫ്രസ്ട്രേഷൻ വരിക, സ്റ്റാഗ്നേഷൻ വരിക, ഇനി ഏറ്റവും അവസാനം ബേൺ ഔട്ട് വരിക. ഇത്തരത്തിലൊക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ വർക്ക് സ്ട്രെസ്സിൻ്റെ പല ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും കഴിവുള്ള ആൾക്കാർ പോലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ കൂടെ കടന്നു പോകാം. വർക്ക് പ്ലേസ് സ്ട്രെസ്സ് ബേൺ ഔട്ടിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക.